ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കിയത് ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ കറി, കടല തോരൻ, പിന്നെ സാമ്പാർ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മീൻ ചട്ടി വെച്ചു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തു. 1/4 ടീസ്പൂൺ ഉലുവ മതിയിട്ടാം. പിന്നെ നമുക്ക് ചുവന്നുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക്. അപ്പോൾ നമുക്കതെല്ലാതും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ വെറുതെ വഴറ്റിയാൽ മതി. അധികം ഇങ്ങനെ മൂത്ത് പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നത് പെട്ടെന്ന് മൂത്ത് പോകാതിരിക്കാനാണ്. പെട്ടെന്ന് നമുക്ക് പൊടിയായിട്ട് ഇടുകയും ചെയ്യുക, പക്ഷെ അത് ഇളക്കിയ ഉടനെ തന്നെ നമ്മൾ അടുത്ത കാര്യം ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഇതാകുമ്പോൾ റിസ്ക് ഇല്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്തത്. എന്നിട്ട് അതൊന്നിങ്ങനെ മൂത്ത് വന്നപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാലൊക്കെ ചേർത്തിട്ട് ഒറ്റ പാലാക്കിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പുളിവെള്ളം, കാരണം നമ്മൾ മാങ്ങ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം ചേർക്കുക. പിന്നെ ഉപ്പ് ചേർക്കുക. ഉപ്പ് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്, പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ഒപ്പം തന്നെ ചെമ്മീനും ചേർത്ത് കൊടുക്കാം. മാങ്ങ മാത്രം കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി, കാരണം ഈ മാങ്ങ പെട്ടെന്ന് വേവുന്ന മാങ്ങയാണ്. ഒരു മാങ്ങയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം ഇതിൽ നമ്മൾ കുറച്ച് പുളി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മാങ്ങയുടെ പുളിയും പിന്നെ പുളിയുടെ പുളിയും കൂടി ആവുമ്പോൾ പാകത്തിനാവും. ഇനി ഇതോടെ കുറഞ്ഞ തീയിൽ ഇവിടെ ഇരുന്നിട്ട് വറ്റട്ടെ. അതിനിടയിൽ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്, ഒരു ബുദ്ധിമുട്ടില്ലാത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ചേർത്താലും മതി. ഇനി ഇതിൻ്റെ ശരിക്ക് വെളുത്തുള്ളിയുടെ പച്ചമണം പോകണം. അതിന് ശേഷം മാത്രം ഞാനിവിടെ 2 വലിയ സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ചുവന്നുള്ളിനേക്കാൾ നല്ലത് സവോളയാണ്. കുറച്ചിങ്ങനെ ഗ്രേവി പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലത് സവോളയാണ്. ചുവന്നുള്ളി ആകുമ്പോൾ ഇതിന് കുറേ ചുവന്നുള്ളി നമ്മൾ വൃത്തിയാക്കേണ്ടി വരും. അതിലേക്ക് പച്ചമുളകും വേപ്പിലയും നമ്മളൊന്ന് ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് മിക്സായിട്ട് ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നിങ്ങനെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കളറൊന്നും മാറില്ല പൊടികളുടെ, പക്ഷേ പൊടികളുടെ പച്ചമണം മാറും നമ്മളിതുപോലെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളിതെല്ലാതും വഴറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ പല രീതിയിലുള്ള ചെമ്മീൻ റോസ്റ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഞാൻ ഇന്ന് ലഞ്ചിന് ഏറ്റവും എളുപ്പമുള്ള ചെമ്മീൻ കറിയും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വേറെ ചെമ്മീൻ റോസ്റ്റുകൾ വേണമെങ്കിൽ എൻ്റെ ചാനലിൽ ഇഷ്ടം പോലെ പല തരത്തിലുള്ള ചെമ്മീൻ റോസ്റ്റുകളുണ്ട്. ഇനി ചെമ്മീൻ നമ്മളൊന്നിങ്ങനെ വഴറ്റിയിട്ട് മസാലയൊക്കെ അതിലൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ വേണമെങ്കിൽ ഇതൊന്നിങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതാകുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാക്കുമ്പോൾ, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ടേസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മാറും. 2 തരത്തിലുണ്ടാക്കാം. ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, 2 ടേബിൾ സ്പൂൺ അത്രയ്ക്കും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അതിനിടയിൽ നമുക്ക് ചെമ്മീൻ നോക്കാം. ചെമ്മീൻ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഇങ്ങനെ എണ്ണ നന്നായി തെളിഞ്ഞ് നല്ല ചെമ്മീൻ കറിയായിട്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറിയുടെ ജോലി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഇങ്ങനെ ഉടച്ചിട്ടൊന്നുമല്ലോ, വഴറ്റി ചേർത്തിട്ടൊന്നുമല്ലോ, വെറുതെ ഇളക്കി മിക്സ് ചെയ്ത് ചേർത്തത് കൊണ്ട് തക്കാളി അതുപോലെ കിടക്കുന്നുണ്ട്. ഈ തക്കാളി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീൻ്റെ ഫ്ലേവർ അതിലിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഈ തക്കാളി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത്. മറ്റേ ഉടഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തക്കാളി എടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ.
അപ്പോൾ നമ്മൾ പലവട്ടം തുറന്ന് ഇളക്കി വളരെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കുഴഞ്ഞ തരം ഗ്രേവിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റും റെഡിയായി. ഇനി നമ്മൾ കടല ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കുക്കറിൽ ഒരു വിസിൽ വന്നിട്ട് കുറഞ്ഞ തീയിൽ ഉപ്പിട്ടിട്ടുള്ള കടലയാണ് കേട്ടോ. 25 മിനിറ്റ് കുറഞ്ഞ തീയിൽ വേവിച്ചിട്ട് സ്റ്റീം പോയപ്പോൾ എടുത്തതാണ് കടല. അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടാവും. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ചുവന്നുള്ളി ചതച്ചതും വേപ്പിലയും ചേർത്ത് കൊടുത്തു. അത് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഇടിച്ച മുളക് ചേർത്ത് കൊടുത്തു. ഇനി കടലുപ്പേരിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ളൊരു സംഭവമാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു സവോള കനം കുറച്ചരിഞ്ഞത് ഈ മുളക് മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സവോള വാടിയതും പിന്നെ നമ്മുടെ കടലയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ആ ഉള്ളി മൂപ്പിച്ച ആ ഫ്ലേവറിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ സവോള നന്നായിട്ട് വാടണം, അതായത് നല്ലോണം സോഫ്റ്റ് ആവണം. അപ്പോൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതും ഒന്നതിലിങ്ങനെ വറുത്ത് വന്നില്ലെങ്കിലും നന്നായിട്ട് മിക്സ് ആവണം. അതിനുശേഷം നമ്മൾ വേവിച്ച കടല ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പിട്ട് വേവിച്ച കടലയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്താൽ മതി. പിന്നെ നമുക്ക് കുറച്ച് കടല വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഈ സവോളയിലൊന്നും പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വെള്ളത്തിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സവോളയിൽ ഇങ്ങനെ പിടിക്കും. അങ്ങനെ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടല തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറികളൊക്കെ റെഡി. പിന്നെ സാമ്പാർ എന്ന് പറഞ്ഞെങ്കിൽ രാവിലെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാറാണ്. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ ഞാനൊരു കറി എന്നുള്ളതിൽ വെച്ചെന്നേ ഉള്ളൂ.